ചീരകളിൽ വച്ച് ഏറ്റവും ഗുണം കൂടിയ ചീര ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു അഭിപ്രായമേ ഉള്ളൂ. അത് ഇതാണ്, ചെക്കൂർ മാണീസ്. ഇതിന് മധുരച്ചീര, ബ്ലോക്ക് ചീര എന്നെല്ലാം പേരുകളുണ്ട്. പ്രഷർ ചീര എന്നും പറയുന്നുണ്ട്. പ്രഷർ ചീര എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പ്രഷറിനെ മെരുക്കി നിർത്താൻ സാധിക്കുന്ന ഒരു ചീരയാണ് ഇത്. ഇന്ന് ചീര മാത്രം പറ്റിയല്ല പറയുന്നത്. ഒരു 10-15 ഇലക്കറികൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കേണ്ട ഒരു 15 ഇലക്കറികളെ പറ്റിയാണ് പറയുന്നത്. ഈ ഇലക്കറികൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അസുഖവും വരില്ല എന്ന് ഉറപ്പ് തരാനും എനിക്ക് സാധിക്കും. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ഇതിൻ്റെ ഉത്ഭവത്തെ പറ്റിയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം, പലരും എന്നോട് ചോദിച്ചിരുന്നു ഈ ചീരയെപ്പറ്റി, ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്ന് വിവരിക്കാമോ എന്ന്. അതിൽ പ്രധാനിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തായ നാൻസി സെയ്ദ്. അവരുടെ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എവിടെ വീഡിയോ പിടിക്കാൻ ചെന്നാലും ഇവൾ വരും, കുറിഞ്ഞി. ഇവൾ വന്നിട്ട് ഈ കുറിഞ്ഞിപ്പൂച്ച വന്നിട്ട് അവിടെ കിടക്കും എൻ്റെ അടുത്ത്. വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ അവൾ എഴുന്നേറ്റ് പോകും. ഇങ്ങനെയും ഒരു സാധനം. എന്തേടി എന്ത് വീഡിയോ പിടിച്ചു കഴിഞ്ഞു പൊക്ക. ക്യാൻസർ അത്ര ശക്തമല്ലാതിരുന്ന, എന്നാൽ പ്രമേഹ രോഗം ജനങ്ങളിൽ പിടിമുറുക്കിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഒരു 55 വർഷം മുമ്പ്. അന്ന് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ കണ്ടുപിടിച്ച ഒരു സങ്കര ഇനം ചീരയാണിത്. ഇത് ബ്ലോക്ക് വഴി സ്കൂളുകളിൽ കൊടുത്തിരുന്നു. അന്ന് 55 വർഷം മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിതിൻ്റെ തണ്ട്, 4ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, LP സ്കൂളിലാണ്, ഒരു ഞാലിലെ സ്കൂളുണ്ടായിരുന്നു, അവിടെ വെച്ചാണ് എനിക്കിത് കിട്ടിയത്. എല്ലാ കുട്ടികൾക്കും കൊടുത്തു. വീട്ടിൽ കൊണ്ടുപോയി നടണമെന്നും പറഞ്ഞ് ഈ കമ്പ് തന്നു വിട്ടു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നട്ടു. ഇപ്പോൾ ആൾക്കാരിത് വേലി ആയിട്ട്, പഴയ കാലത്ത് വേലി ആണല്ലോ, മതിലില്ലല്ലോ, ആ വേലിയായിട്ട് വേലിക്കൽ കുത്തി വയ്ക്കും. നല്ല ഒരു വേലിയായിട്ട് മാറും അത്. പക്ഷേ ഇതിന് ഇത്രയും നല്ല ചീരയാണെങ്കിലും ഇതിന് വലിയ പ്രചാരമില്ല. കാരണം ഇതിനല്പം ടേസ്റ്റ് കുറവാണ് മറ്റ് ചീരകളേക്കാൾ. ഭയങ്കര ടെമ്പറാണ് ഇതിൻ്റെ ഇലകൾക്ക്. കാരണം ഇതിൽ ഇരുമ്പ് സത്ത് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ടെമ്പർ. തണ്ടിനും അത് ഈ നാരിനും ഒക്കെ ഭയങ്കര ടെമ്പറാണ്. അധികം മൂക്കാത്ത ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഇരുമ്പ് സത്തുള്ള പച്ചക്കറി ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറയാൻ പറ്റും, പാവയ്ക്ക, അതുപോലെ മുരിങ്ങ, ഇതിനൊക്കെയാണ് കൂടുതൽ ഇരുമ്പ് സത്തുള്ളത്. എന്നാൽ അതിൻ്റെ 2 ഇരട്ടി അധികം ഇരുമ്പ് സത്ത് ഇതിലുണ്ട്. അതുപോലെ തന്നെ മഗ്നീഷ്യം, സൾഫർ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഇതിൻ്റെയൊക്കെ അളവ് വളരെ കൂടുതലാണ് ഇതിൽ. കൂടാതെ ഫൈബറും ധാരാളമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ചീരയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഫൈബറാണ്. ഇതിൽ അങ്ങനെയല്ല. ഈ പറഞ്ഞ എല്ലാ മൂലകങ്ങളും കൂടിയ അളവിൽ ഇതിൽ നിക്ഷിപ്തമാണ്. എൻഡോസൾഫാൻ, എക്കാലക്സ്, ഫംഗിസൈഡ്, ക്ലോറോഡൈൽ, ഇങ്ങനെയുള്ള മാരകമായ വിഷവസ്തുക്കൾ എല്ലാ ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മലയാളികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു, ഈ മാരക വിഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ലിവർ, കിഡ്നി ഡിസ്ഫങ്ഷൻ, ആസ്മ, ഡിപ്രഷൻ, ക്യാൻസർ, അതുകൂടാതെ ഷുഗർ, ഇതെല്ലാം പെട്ടെന്ന് വർദ്ധിച്ചു വന്നാണ് മനുഷ്യൻ ഇല്ലാതാകുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ. ഇലക്കറികൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതിന് തയ്യാറാവുക. മരുന്ന് ഇഷ്ടം പോലെയുണ്ട് എല്ലാ അസുഖങ്ങൾക്കും എന്നും പറഞ്ഞ് നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാരകമായ മറ്റ് വൃക്കരോഗങ്ങളിലേക്ക് മാറും. ദിവസവും ഡയാലിസിസ് ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇതിനൊന്നും പോകാതെ നമ്മൾ ഈ ഇലക്കറികൾ ഭക്ഷിക്കാൻ തയ്യാറാവുക. ഇനി ഞാൻ കഴിക്കേണ്ട ഇലക്കറികളെ പറ്റി പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ വ്യൂസുകൾ വരുന്ന വീഡിയോയിൽ 150-200 ലൈക്കാണ് കിട്ടുന്നത്. വളരെ കുറഞ്ഞ രീതിയിലാണത്. ആൾക്കാരത് കണ്ടിട്ട് നേരെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ പിന്നെയും ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്നത്. പരമാവധി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാവുക. ഇപ്പോൾ ചീരകൾ നമുക്കറിയാം, ഒരുപാട് ചീരകളുണ്ട് നമ്മുടെ ഇടയിൽ. പച്ചച്ചീര ഒരുപാട് ചനപ്പുകളോട് ഒരുപാട് ഇലകളുണ്ടാകുന്നതാണത്. ചുവന്ന ചീര സാധാരണ വീടുകളിൽ കണ്ടുവരുന്നു. മുള്ളൻ ചീര,
അകത്തിച്ചീര, പട്ടുചീര, വ്ളാത്താങ്കര ചീര, സാമ്പാർ ചീര, പൊന്നാങ്കണ്ണി ചീര എന്ന് വേണ്ട ഇനിയും ഒരുപാട് തരം ചീരകൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നുമുണ്ട്. ഓരോ ചീരയ്ക്കും ഓരോ പ്രത്യേക ഗുണങ്ങളാണ് അത് നമുക്ക് ശരീരത്തിലേക്ക് തരുന്നത്. ഇപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര തന്നെ എടുത്തു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരുടെ എല്ലിനും പല്ലിനും ഒക്കെ വളരെ ബലം കിട്ടുന്നതാണ്. കണ്ണിന് തിമിരം വരാതിരിക്കും, നല്ല കാഴ്ചശക്തി കിട്ടും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കേരളത്തിലെ ഇപ്പോൾ മിക്കവാറും വീടുകളിലേക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു. ഒരുപാട് വീടുകളിലേക്ക് ഞാൻ പാഴ്സലായിട്ട് കൊടുത്തു. ഇത് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ നമ്പർ ഞാൻ കൊടുക്കാം. ഈ ചീരകളെ ഒന്നായിട്ടാണ് ഞാൻ കൂട്ടിയേക്കുന്നത്. പിന്നെ മുരിങ്ങ ഇല, പയറിൻ്റെ ഇല, താള്, ചെറുതകര, ചേനയുടെ ഇല, ആനച്ചുറിയണം, ആനച്ചുവടി, വാഴയുടെ കൂമ്പ് ഇലകൾ, വലിയ കടലാടി, ചെറുകടലാടി, തഴുതാമ, മത്തൻ, കുമ്പളം, വെള്ളരി ഇലകൾ. ഇതുകൂടാതെ കർക്കിടകത്തിൽ മാത്രം കഴിക്കുന്ന 10 ഇലകൾ. അതിൽ ചില ഇല ഇതിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ കറികളിൽ മാത്രം ഉൾപ്പെടുത്തുന്ന ഇലകളുണ്ട്. പ്രധാനപ്പെട്ട എന്നും ഉപയോഗിക്കുന്ന കറിവേപ്പില, മല്ലിയില, പുതിനയില, ഇതെല്ലാം. എല്ലാ ഇലകളിലും ആരോഗ്യ ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതുകൂടാതെ നമ്മൾ കോവലിൻ്റെ ഇല, കൂമ്പില തോരൻ വയ്ക്കുന്നവരുണ്ട്. ഇതൊക്കെ ഓൺലൈനിൽ കൊടുക്കാൻ വച്ചിരിക്കുന്ന പാക്കറ്റുകളാണ് പൊന്നാങ്കണ്ണിയുടെ. പിന്നെ ഈ ചൂട് കാലത്ത് ഈ ഇലക്കറികൾ കഴിക്കുന്നത് വേറൊരു ഗുണവും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിർജ്ജലീകരണം തടയും. കാരണം ജലാംശമാണ് ഇലകളിലെല്ലാം. അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഉണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശരീരത്തിലെ ജലാംശം പറ്റുക, ഇതിലൊക്കെ നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാത്തത് കൊണ്ട് നിർജ്ജലീകരണം വന്നാൽ വെള്ളം കുടിച്ചാൽ അപ്പം മാറുമെന്ന് വിചാരിക്കരുത്. നിർജ്ജലീകരണം വെള്ളത്തിൻ്റെ മാത്രമല്ല, വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്നൊരു കൊഴുപ്പ് വരെ നശിച്ചു പോകുന്നു. അതുകൊണ്ട് പാനീയങ്ങളാണ് കുടിക്കേണ്ടത് നിർജ്ജലീകരണം വരാതിരിക്കാൻ. പച്ചവെള്ളം മാത്രം വെറുതെ കുറേ കുടിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പം ആപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, അതുപോലെ നമ്മുടെ കൈതച്ചക്ക അതിൻ്റെ ജ്യൂസ്, കരിക്കും വെള്ളം, ഇതെല്ലാം വളരെ നല്ലതാണ്. ഇപ്പോൾ ഡോക്ടർമാർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിൽ പറയുന്ന പ്രധാന സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഒരു 2050 ആകണ്ട, അതിന് മുമ്പ് കേരളത്തിൽ താമസിക്കുന്ന മലയാളികളോ അല്ലെങ്കിൽ ബംഗാളികളോ ഹിന്ദിക്കാരോ ആരുമായിക്കോട്ടെ, കേരളത്തിൽ സ്ഥിരമായി താമസിച്ച് ഭക്ഷണവും വെള്ളവും കഴിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ 2050 ആവേണ്ട, അതിനു മുമ്പ് എല്ലാവരിലും ക്യാൻസറും ഷുഗറും ഉണ്ടാവും. ക്യാൻസറിനേക്കാൾ ഭയങ്കര ഭീകരമാണ് ഷുഗർ. അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പോൾ ഒക്കെ മരുന്ന് കഴിച്ച് നിയന്ത്രിക്കാം, അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു 25 വർഷം മുമ്പ് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാം മായമാണ്, എല്ലാം രാസവസ്തുക്കളാണ്, എല്ലാം വിഷവസ്തുക്കളാണ്. ഇപ്പോൾ വിശ്വസിച്ച് നമുക്ക് കഴിക്കാവുന്ന കരിക്കും വെള്ളവും അമ്മയുടെ മുലപ്പാലും ആണ് എന്ന് 25 വർഷം മുമ്പ് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. അത് അന്നത്തെ കഥ. ഇന്ന് കഥ മാറി. ഇന്ന് കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും വിഷമാണ്. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾക്കത് സാധിക്കും. കൃഷിയിലേക്ക് ഇറങ്ങുക, മണ്ണിലേക്ക് ഇറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, അത് തന്നെയാണ് നല്ല മരുന്ന്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.